മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ ഒന്നായിരുന്നു ഐ നോബഡി എന്ന് പറയുന്ന ഏറ്റവും പുതിയ പൃഥ്വിരാജ് ചിത്രം ഈ വ്യാഴാഴ്ച തിയേറ്ററിലോട്ടെത്തുകയും സമ്മിശ്ര അഭിപ്രായം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രത്തിന്റെ ആദ്യ ദിന ഒഫീഷ്യൽ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭ്യമാകുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം വലിയ കളക്ഷൻ സ്വന്തമാക്കിയെന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പൃഥ്വിരാജ്, സുകുമാരൻ, പാർവതി തിരുവോത്ത്, വിജയരാഘവൻ, അശോകൻ, നന്ദു, ഹക്കീം ഷാജഹാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി റോഷാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നിസാം ബഷീർ അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നല്ലോ ഐ നോബഡി എന്ന് പറയുന്ന സിനിമ. വമ്പം പ്രതീക്ഷകളുമായിട്ട് എത്തിയ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും രണ്ടാം പകുതിക്ക് ശേഷം ചിത്രം ആ അഭിപ്രായങ്ങൾ അപ്പാടെ മാറി മരിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ച് ഇടിഞ്ഞ് താഴത്തോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കളക്ഷനും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,20,00,000 രൂപയോളം സ്വന്തമാക്കിയ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നായിട്ട് ഏകദേശം 40 ലക്ഷം രൂപയോളം സ്വന്തമാക്കി. ഓവർസീസിൽ നിന്നായിട്ട് ഏകദേശം 1,91,00,000 രൂപയോളം സ്വന്തമാക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യ ദിനം സ്വന്തമാക്കിയിരിക്കുന്ന ഏകദേശം 4,50,00,000 രൂപയാണ്. അതായത് ഒരു പൃഥ്വിരാജ് ചിത്രത്തിന്റെ ഒരു ആവറേജ് ഓപ്പണിംഗ് മാത്രമാണ് ഐ നോബഡി എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് രണ്ടാം ദിനത്തിലൊക്കെ കാണാൻ സാധിച്ചെങ്കിലും നേരിയ കളക്ഷൻ ഇടിവൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വലിയ ഹൈപ്പ് ചിത്രത്തിന് തിരിച്ചടിയായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് കാത്തിരിക്കാം. ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രത്തിന് വലിയൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഐ നോബഡി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.